ഈ വീട് മൊത്തം അമ്പലത്തിനെ പറ്റിയാണ്. അപ്പോൾ നാട്ടിൽ വരുന്ന സമയത്ത് വീടിൻ്റെ അടുത്തുള്ള അമ്പലമൊക്കെ മൊത്തം കവർ ചെയ്യും. പിന്നെ കുറച്ച് ദൂരമുള്ള അമ്പലമൊക്കെ ഞങ്ങൾ പോകുന്ന സമയത്താണ് വരുന്നത്. ഇത് പൊതുവ അമ്പലം. അല്ല ആർക്കും അറിയാത്തവർ ആരും ഇല്ലല്ലോ. പൊതുവ അമ്പലം പറയുകയാണെങ്കിൽ എൻ്റെ അത്രയ്ക്കും പോസിറ്റീവ് എനർജി ഒരു പ്ലേസ് ആണ്. അതുപോലെ തന്നെ എന്തോ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള അമ്പലം മൊത്തം ഞാൻ ഇന്ന് കാണിക്കുന്നത്. അത് കഴിഞ്ഞാൽ കടപ്പാക്കട അമ്പലം, അയ്യപ്പ ക്ഷേത്രം ഉണ്ടല്ലോ, അവിടെയും ഞാൻ വരും. അവിടെ മാസത്തിൽ ഒരു 2-3 പ്രാവശ്യമെങ്കിലും ഈ പുതുകാവിലും കടപ്പാക്കടയിലും പിന്നെ ദാണ്ട് നമ്മുടെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും വരും കേട്ടോ. ആശ്രമം ശ്രീകൃഷ്ണ ക്ഷേത്രം എൻ്റെ പോസിറ്റീവ് എനർജിയുടെ മറ്റൊരു ഭാഗം എന്ന് തന്നെ പറയാം. കാരണം എനിക്ക് ഭയങ്കര വിഷമം വരുമ്പോഴായാലും ഞാൻ കൃഷ്ണനെ ഞാൻ വിളിക്കുന്നത്. ഗുരുവായൂർ എപ്പോഴും ഓടിയെത്താൻ പറ്റത്തില്ലല്ലോ. അതിന് പകരം ഞാൻ എപ്പോഴും ഓടിയെത്തുന്നത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ്. എന്താണെന്ന് അറിയത്തില്ല, ഞാൻ ഇവിടെ ഭയങ്കര അഡിക്റ്റഡാണ്. എൻ്റെ പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് ആത്മാവായിട്ട് ബന്ധപ്പെട്ടെന്നൊക്കെ പറയത്തില്ല, അതേപോലെ എനിക്ക് ഇവിടെ വരുമ്പോൾ അത്രയ്ക്ക് സന്തോഷമാണ്. പിന്നെ അമ്പലത്തിൽ കയറി തൊഴുത് അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഇറങ്ങി. അമ്പലത്തിൽ നിന്ന് തൊഴുത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേ നമുക്ക് കയ്യിൽ ചന്ദനത്തിൻ്റെ കൂടെ വെണ്ണ തന്നാണ് കേട്ടോ. അത് നേരെ നമ്മൾ കൊണ്ടുവന്നിട്ട് കടപ്പാക്കടയിൽ നീരാഞ്ജന വിളക്ക് നടത്തിയപ്പം പഴം കിട്ടിയായിരുന്നു, അതിൻ്റെ കൂടെ കഴിച്ചു കേട്ടോ. എനിക്കാണെങ്കിൽ ഈ 3 അമ്പലത്തിലും ഭയങ്കര ജീവനം. എനിക്കറിയത്തില്ല, എനിക്ക് ഇവിടെ വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ദൈവം നമ്മുടെ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടത്തി തരത്തുള്ളൂ. അതുപോലെ നമുക്ക് നല്ലതാണെങ്കിൽ മാത്രം അത് തന്നെ എനിക്കിവിടെ എനിക്ക് നല്ലത് ചേരുന്നതാണെങ്കിൽ എനിക്ക് നടത്തി തരും. എൻ്റെ ലൈഫിൽ നടക്കാൻ പറ്റാത്തതാണെങ്കിൽ ദൈവം നടത്തി തരത്തില്ല. അതിൽ ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ നമ്മൾ ഒരു അമ്പലത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് ഉണ്ടല്ലോ, അതെനിക്ക് ഈ 3 അമ്പലങ്ങളിലും വരുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് വീട്ടിൻ്റെ അടുത്തൊരു അമ്പലം ഉണ്ട് കേട്ടോ, മേൽട്ട അമ്പലം. അതിന് എൻ്റെ കുഞ്ഞിന് മുതലേ ഞാൻ കണ്ടു വളർന്ന എൻ്റെ അമ്പലം. അങ്ങോട്ടേക്ക് പോവുകയാണ് ഇനി. പോകുന്ന വഴിക്ക് ഞങ്ങൾ മരവില്ല ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നത് ഈ കൊച്ചു മരവില്ല കണ്ടിട്ടില്ലേന്ന്. മരവില്ല ഞാൻ കണ്ടത് 5ാം ക്ലാസ്സിലാണ്, എൻ്റെ 5 പഠിക്കാനത്തെ ലാസ്റ്റ് ആയിട്ട് കണ്ടത്. പിന്നെ ഞാൻ കാണുന്നത് ഇപ്പോഴാണ്. അന്ന് കാണാൻ നേരത്ത് നല്ല നിറം ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ന് കണ്ടപ്പോൾ അത്ര കുറേ നിറം നമുക്ക് അത്ര ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ലേ. നേരെ വന്നിട്ടേ കുഞ്ഞാവെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിലോട്ട് പോയത് കേട്ടോ. കുഞ്ഞാവയാണെങ്കിൽ റെഡി ആയിട്ട് നിന്നതാണ് ക്ലാസ്സിലൊക്കെ പോയ ശേഷം. പിന്നെ ഞാൻ ഒപ്പം മേൽട്ട അമ്പലത്തിൽ വന്ന് തൊഴുത് പിന്നെ വീട്ടിലോട്ട് തിരിച്ചിറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ ബൈ ഫ്രണ്ട്സ്, ടാറ്റാ.